ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു WinTrader. ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതായത് മാക്സിമം പ്രോഫിറ്റ് ഒരു സ്റ്റോക്കിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം, അതായത് ഈവൻ ഇൻട്രാഡേ പൊസിഷൻ രണ്ടിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഏതാണ്, ഏത് ടൈം ഫ്രെയിം സെറ്റ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, ഏത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്താലാണ് നമുക്ക് റിട്ടേൺസ് ഏൺ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുമായിട്ടാണ് നിങ്ങൾ ആക്ച്വലി ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന അതുപോലുള്ളൊരു വീഡിയോ ആണ്. അതായത് മാക്സിമം നമുക്കിപ്പം ഒരു കണ്ടിന്യൂവേഷൻ, ഇപ്പോൾ എക്സാമ്പിളാണ് മാരുതി ഇപ്പം 3 ദിവസമായിട്ട് ഡൗൺ മാർക്കറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഡൗൺ കണ്ടിന്യൂവേഷൻ നടക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മാക്സിമം പ്രോഫിറ്റ് ഈവൻ BTST, അതായത് BTST STBT ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റുന്ന കൺഫ്യൂഷനാണ്. അപ്പോൾ അതിന് ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം ഒക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതേപോലെ ഞാൻ കമ്മോഡിറ്റി ഫോറക്സ് മാർക്കറ്റിനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻ്റെ ഒരു വാച്ച് ചെയ്യുക. എൻ്റെ പേര് സീമ കൃഷ്ണ. നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് 13 വർഷം കഴിഞ്ഞു. 13 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ 8 സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾ ഓവർ ദ വേൾഡ്, അതായത് എല്ലായിടത്തും നമുക്ക് ക്ലയൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ക്ലയൻറ്റ് ബേസിസ് 14,500 എബവ് ക്ലയൻറ്റ് ബേസിസ് നമുക്കുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി 2009 തൊട്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ട്രേഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫുൾ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് വരാം. അപ്പം കോൾ വിളിക്കാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാൻ എൻ്റെ വരെ. അപ്പം അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ഡെമോൺസ്ട്രേഷന് വേണ്ടി വിളിക്കുക. കോൾ വിളിക്കേണ്ട നമ്പർ 8139039994. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന മാരുതിയുടെ ചാർട്ടുണ്ട്, അതേപോലെ ഹിന്ദുസ്ഥാൻ ലിവർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് SRFിൻ്റെ ചാർട്ടും കൂടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം സ്റ്റോക്ക് ബേസിസിൽ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റോക്കുകൾ ചില ദിവസം കണ്ടിന്യൂവേഷൻ, അതായത് സെല്ല് തന്നെയാണെങ്കിൽ 2-3 ദിവസം സെൽ ബേസിസ് അങ്ങനെ പോകും. അപ്പം ഇൻട്രാഡേ ചെയ്യണം, നമുക്ക് അതേപോലെ തന്നെ അത് പൊസിഷനും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഏത് ടൈം ഫ്രെയിം വെക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന മാരുതിയുടെ ചാർട്ടാണ്. മാരുതിക്ക് ആക്ച്വലി നമുക്ക് ഈ വെള്ള കളർ ഇതാണ് ഡേ ബ്രേക്കർ ലൈൻ. ഓരോ ഡേയും ബ്രേക്ക് ചെയ്യുന്ന ലൈനാണ് ഈ വെള്ള കളർ. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്. ആക്ച്വലി 15 മിനിറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി ഇൻട്രാഡേക്കും ചെയ്യാം, അതോടൊപ്പം പൊസിഷനും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈം ഫ്രെയിമാണ് 15 മിനിറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നിങ്ങൾ കണ്ടു കാണും, സെൽ സിഗ്നലിന് അപ്രോക്സിമേറ്റ് 16th, അതായത് 16th മുകളിൽ കൊടുത്തിട്ടുണ്ട്. 2:15 വന്നാണ് 9173 സെല് ചെയ്യാൻ പറഞ്ഞു. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂവേഷൻ ആണ്, 3 ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോരുകയാണ്. അപ്രോക്സിമേറ്റ് 294-300 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ആക്ച്വലി സെല്ല് കണ്ടിന്യൂ പ്രോപ്പർ SL മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് നമ്മൾ ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബേസിസ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റോക്ക് ബേസിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആക്ച്വലി സെൽ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ആക്ച്വലി സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും അലേർട്ട് വരും, സ്കാനിൽ കാണിച്ചു തരും നല്ല രീതിയിൽ. അതോടൊപ്പം നിങ്ങൾ ആക്ച്വലി എടുക്കേണ്ട ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണെന്ന് മാത്രം. ഇൻട്രാഡേക്ക് പൊസിഷൻ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കുക, പ്രൈസ് ആൻഡ് സെൽ സോൺ നോക്കുക. ഇത് 3 ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് വന്ന് 2 മണിക്ക് വന്ന 2:15 വന്ന സിഗ്നൽ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുവരെ കണ്ടിന്യൂ ആയപ്പോൾ അതിന് മുമ്പ് വന്ന ബൈ നിങ്ങൾ കണ്ടു കാണും. താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 11th നവംബറിൽ സിഗ്നൽ കൺഫേം ആയി. 11th ഈ പോർഷനിൽ കൺഫേം ആയ സിഗ്നൽ 3 ദിവസം അപ്രോക്സിമേറ്റ് ബൈ പോയിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടു 9181 നമ്മൾ പോർഷൻ എടുത്തിട്ട് അപ്പോൾ 9263 നമ്മൾ ക്ലോസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ക്ലോസിങ്ങിലാണ് നമുക്ക് ആക്ച്വലി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് വരുന്നതിന് അന്നേ ദിവസം മോർണിംഗിൽ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ അതുവരെ മാർക്കറ്റ് ആക്ച്വലി ബൈയിലാണ്. അപ്പോൾ ഇതുപോലെ പക്ഷേ ഇത് കണ്ടിന്യൂ ആയി പോകുന്നതിന് നമുക്ക് അവിടെ തിരിഞ്ഞ് കയറുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇപ്പം ഇവിടെ ബൈ വന്ന് കൺഫേം ആയി തിരിച്ച് സെല്ലിറങ്ങി ഒരുപാട് പോയിട്ടില്ല. ഇപ്പം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും തലേദിവസം നമ്മൾ പ്രോപ്പർ
SL മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ലോസ് ഉണ്ടാകാത്ത രീതിയിൽ എക്സിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞാൽ നല്ല ഹ്യൂജ് പ്രോഫിറ്റ്. ഇത് കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 3 ദിവസമായിട്ട് കണ്ടിന്യൂ ആയി പോയതാണ് ഇതിനകത്ത്, ഭാരതിക്കകത്ത്. ഡെയിലി നമുക്ക് അങ്ങനെ പോർഷനിൽ ഇത് കണ്ടു 2 ദിവസമായിട്ട് കണ്ടിന്യൂ ആയി പോയത്. നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് ഇതേപോലുള്ള സ്റ്റോക്കുകളൊക്കെ. അതേപോലെ SRF കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസമായിട്ട്, 3 ദിവസം 4 ദിവസം 1 2 3 4 ദിവസം അല്ല 3 ദിവസം 3 ദിവസമായിട്ട് നമുക്ക് ആക്ച്വലി സെല്ല് പോകും. അതിന് മുമ്പ് ബൈ ആയിരുന്നു, സോറി. അപ്പോൾ 3 ദിവസമായിട്ട് നമുക്ക് ആക്ച്വലി സെല്ല് പോവുകയാണ്. ഗ്യാപ് ഡൗൺ ഓപ്പൺ കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് വന്നു. അപ്രോക്സിമേറ്റ് നമ്മൾ പോർഷൻ എടുത്ത് 2378 സെല്ലെടുത്ത ശേഷം 82 പോയിന്റ്സ് ഇപ്പോൾ ഡൗൺ ആയി നിൽക്കുകയാണ്. അപ്പം നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം 16 ഇതേപോലെ തന്നെ രാവിലെ ഒരു 9:30 ആക്ച്വലി സെല്ല് പറഞ്ഞാണ്. അത് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 ടാർഗറ്റ് അടിച്ചിട്ട് കണ്ടിന്യൂ ആണ്. നമ്മൾ ഇതുവരെ ഒരു നെക്സ്റ്റ് ഒരു സിഗ്നൽ ഇതുവരെ ഫോം ആയിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂ ആയി പോവുകയാണ്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഹിന്ദുസ്ഥാൻ ലിവർ നോക്കിയാൽ കാണാം. ഹിന്ദുസ്ഥാൻ ലിവർ പക്ഷേ ഇന്ന് കണ്ടിന്യൂ ആയി, ഇപ്പോൾ ഇന്ന് ബൈ ട്രെൻഡാണ്, ഫുൾ ബൈ തന്നെയായിരുന്നു. അപ്പം അതിന് മുമ്പ് ഒരു സെല്ല് വന്ന് ഒരുപാട് പോയിട്ടില്ല. അപ്പം അതിന് ബൈ വന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു സെല്ല് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അത് 3 ദിവസം ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അത് 3 ദിവസം കണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻട്രാഡേ ഇതിനകത്ത് ചെയ്യാം. അതോടൊപ്പം കണ്ടിന്യൂവേഷൻ, അതായത് സിക്കിൾ കണ്ടിന്യൂ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻട്രാഡേക്കും പൊസിഷനിൽ പറ്റുന്ന സ്ട്രാറ്റജിയാണ് 15 മിനിറ്റ്സ്. ഓക്കെ, അത് പ്രോപ്പർ SL മെയിൻറ്റെയിൻ ചെയ്യുക. അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. അതിൻ്റെ എല്ലാ സ്റ്റോക്കും കയറി ചെയ്യാൻ പറ്റില്ല. ബാങ്ക് നിഫ്റ്റി ഒന്നും ചെയ്യാൻ ഇതിൻ്റെ പറ്റത്തില്ല 15 മിനിറ്റ്സ് വെച്ചിട്ട്. അത് വെറും 5 മിനിറ്റ് വെച്ചിട്ട് ഇൻട്രാഡേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊസിഷനിലേക്ക് നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഞാൻ പറയുന്ന 10 അഡാനി എൻ്റർപ്രൈസ്, പോർട്സ്, അംബുജ സിമെൻറ്റ്, ഞാൻ പറയുന്ന എണ്ണത്തിലുള്ള സ്റ്റോക്കുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. 15 മിനിറ്റ്സ് വെക്കുക. ഓക്കെ, അതോടൊപ്പം ഇന്നത്തെ സിൽവറിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. സിൽവർ ആക്ച്വലി നമ്മൾ ഫോറക്സ് ടൈം ഫ്രെയിം വെക്കേണ്ടത് എപ്പോഴും 15 മിനിറ്റ് മുകളിൽ ടൈം ഫ്രെയിം, കൂടുതലൊക്കെ 1 ഹവറിലേക്കാണ് കൂടുതൽ സെറ്റിങ്സ് ആയിട്ട് നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയ ശേഷം സിൽവറിൽ ആക്ച്വലി ഒരു സെൽ സിഗ്നൽ വന്നിട്ടുള്ളൂ. 645 സെൽ സിഗ്നൽ വന്ന ശേഷം എൻട്രി പോയിന്റ് കൊടുത്തിരിക്കുന്നത് 21.063. അത് കൺഫേം ആയിരുന്നു, കാരണം വന്നപ്പോഴേ ഓൾറെഡി ബൈ സോണിലേക്കായിരുന്നു. രണ്ടാമത്തെ ക്യാനിൽ ധൈര്യമായിട്ട് എടുക്കാം. അവിടെ നിന്ന് എന്തായാലും നമുക്ക് ആക്ച്വലി ഒരു 200 പോയിന്റ്സ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം സിൽവറിൻ്റെ ചാർട്ടും കൂടിയാണ് കാണിക്കുന്നത്. സിൽവർ കമ്മോഡിറ്റിയുടെ സിൽവർ നമ്മളെപ്പോഴും ഒരു ഈവനിങ്ങിൽ ഒരു ബെസ്റ്റായിട്ടൊരു നമുക്ക് നല്ല രീതിയിൽ ചെയ്യാതെ ഒരുപാട് മാർജിൻ ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് സിൽവർ. സിൽവർ മൈക്രോയിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സിൽവർ മൈക്രോ, സിൽവർ മിനി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സിൽവറിന് ആക്ച്വലി നമുക്ക് സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം ഇതേപോലെ 15 ആണ്. 15 മിനിറ്റ്സിൽ നമ്മൾ ആക്ച്വലി സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു 150 പോയിൻറ്റ്സ് അടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, സെക്കൻഡും തേർഡും പെൻഡിങ് ആണ്. സിൽവർ ഗ്യാപ്പ് അപ്പിൽ കയറി ഓപ്പൺ ആയ ശേഷം ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പോർഷൻ എടുത്ത് ബൈ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട് മാർക്കറ്റിന് ബൈ കയറി നല്ലപോലെ കയറിയിട്ടില്ല, എന്നാൽ പ്രോഫിറ്റ് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ട 15 ആണ്. 15 മിനിറ്റ്സ് 5 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വോളറ്റൈലാണ്, മാർക്കറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. 5 മിനിറ്റ്സ് ഭയങ്കര സിൽവറിൽ കണ്ടോ 5 മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് 5 മിനിറ്റ്സ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് 15 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 15 മിനിറ്റ്സ് ആണ് എപ്പോഴും നമുക്ക് സിൽവറിലും ഗോൾഡിലൊക്കെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ബെസ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഡൗട്ടിന് വേണ്ടി എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നായിരിക്കും. ഇതിനകത്ത് ഏത് സ്റ്റോക്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്പർ നോട്ട് ചെയ്യുക 8139039994. ഓക്കെ.